നമ്മൾ ഈ 10 രൂപ അല്ലെങ്കിൽ 20 രൂപ വെറുതെ ഒരു ദിവസം നമ്മൾ ശ്രദ്ധിക്കാതെ കളയുന്ന പൈസയായിരിക്കും. അപ്പം ഈ പൈസ കൂട്ടി വെച്ചാൽ നമുക്കൊരു വലിയ സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റും. ഈ കോമ്പൗണ്ടിങ്ങിന്റെ ഗുണം എത്രത്തോളം? ഇത് കൂട്ടി വെക്കണമല്ലോ, അത് നമ്മുടെ കൾച്ചറിന്റെ പ്രത്യേകത. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ തടി കൂടുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്നും അധികമൊന്നും കഴിക്കണമെന്നുണ്ടാവില്ല. പക്ഷെ നമ്മൾ അറിയാതെ ഒരു ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ടാവും. ഇപ്പോൾ എൻ്റെയൊക്കെ പ്രത്യേകത പറഞ്ഞാൽ ഞാൻ ഇവിടെ ഓഫീസിൽ ചേച്ചിനോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മുറിയിലേക്ക് ഇവിടെ എല്ലാ മാസവും ഒരു ദിവസമെങ്കിലും പായസം ഉണ്ടാക്കും. അപ്പോൾ ഞാൻ ചേച്ചിനോട് പറഞ്ഞിട്ട് ദയവേത് എൻ്റെ മുറിയിലേക്ക് വന്നു വരും. അല്ലെങ്കിൽ എനിക്കിങ്ങനെ വിശക്കുന്ന സമയത്ത് ബിസ്ക്കറ്റ് കൊണ്ടുതരും. അപ്പോൾ എൻ്റെയൊക്കെ പ്രശ്നം വെച്ചാൽ ഇവർ ബിസ്ക്കറ്റ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എൻ്റെ സാധനം കൊണ്ട് കൊടുത്തരും. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ തരരുതെന്നാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ഇപ്പോൾ ഓഫീസിലത്തെ ഒരു ഗുണമെന്ന് വെച്ചാൽ ചേച്ചി എനിക്ക് കൊണ്ടുതരയില്ല. ഇപ്പോൾ ആരെങ്കിലും കൊണ്ടുതരാൻ പോകണമെന്നില്ല പറയാം, അങ്ങോട്ട് കൊണ്ടുപോകണ്ടെന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി. ഇത് തന്നെയാണ് നമ്മൾ പൈസയുടെ കാര്യത്തിലും. അപ്പോൾ പൈസയുടെ കാര്യത്തിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഫാമിലി ഹാസ് ടു വർക്ക് ടുഗദർ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വേറെ ഒന്നും വേണ്ട, പിള്ളേരൊക്കെ വെക്കേഷൻ എടുക്കുന്ന ടൈമിൽ ഇപ്പോഴത്തെ ഭയങ്കര ചൂടാണ്. ഈ ടൈമിൽ AC ഫുൾ ടൈം ഓൺ ചെയ്താൽ മാത്രം മതി വൈദ്യുതി ബില്ല് ഈസി ആയിട്ട് ഡബിളാവും. ഈ പറഞ്ഞ സാധനം ഇപ്പോൾ ഒരു ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഒന്നും മനസ്സിലാക്കി 9,000 രൂപ 16,000 രൂപയൊക്കെ ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കുന്ന വീടുകളുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ. ഇത് വെക്കേഷൻ ടൈമിലൊക്കെ ഇനി എന്നോട് പറയരുത് പാവപ്പെട്ട പിള്ളേർക്ക് ചൂട് മാറ്റാൻ പോലും നിങ്ങൾക്ക് പറ്റില്ല എന്നുള്ളത്. ദിസ് ഈസ് എ ഫാമിലി വാല്യൂ, എങ്ങനെ ഫാമിലി വളർത്തുന്നത്. ഇനി അതല്ലാതെ അറിയാം, പിള്ളേർ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ടൈമിൽ ഇത് ഫാൻ ഓഫ് ചെയ്യാണ്ട് വരുന്ന സ്ഥിരം. ഇതെല്ലാം നമ്മൾ ആദ്യമേ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇലക്ട്രിസിറ്റിയുടെ കാര്യം പറഞ്ഞാൽ ഞാനിത് പ്രത്യേകിച്ച് പറഞ്ഞാൽ വെച്ചാൽ എനിക്ക് ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ കാര്യം പറഞ്ഞാൽ ഇത് നാഷണൽ ലോസ് അല്ലേ, അല്ലാണ്ട് വീട്ടിൽ മാത്രമല്ല വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ഞാൻ എൻ്റെ ഈ ഫിനാൻസ് സാറുണ്ട്, ആള് എപ്പോഴും പറഞ്ഞൊരു ഇതുണ്ട്. ഞങ്ങൾ ബാംഗ്ലൂർ പഠിച്ചിരുന്ന ടൈമിൽ ആസിം പ്രേംജി വിപ്രോൻ്റെ ഓണർ ഉണ്ടല്ലോ, അദ്ദേഹം നടക്കുന്ന ടൈമിൽ ഒരു റൂമിൽ അനാവശ്യമായിട്ട് ലൈറ്റ് ഉണ്ടെങ്കിൽ പുള്ളി പോയിട്ട് ഓഫ് ചെയ്യുന്നു. അദ്ദേഹത്തിന് ഓഫ് ചെയ്യേണ്ട കാര്യമുണ്ടോ ഈ പറഞ്ഞ സാധനം പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പോൾ എനിക്കിത് ഭയങ്കര ഒരു ഇത് നോക്കണം. അപ്പം ഞാൻ എന്നും ഇത് നമ്മുടെ കയ്യിൽ നിന്ന് കുറേ സാധനം കൈയിട്ട് പോകട്ടോ, പക്ഷെ എന്നാലും ഈ ശീലം നമ്മുടെ എൻ്റെയർ ഫാമിലിക്കും എൻ്റെയർ ഓഫീസിനും കൊടുക്കാൻ പറ്റണമെങ്കിൽ എത്ര രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന അറിയും. ഞാൻ ഈ പറഞ്ഞ ആംഗിൾ മനസ്സിലായി. ഈ കണക്കിൽ നമ്മളൊന്ന് ചിലവ് കുറയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നന്നായിരിക്കും. അതുകൊണ്ട് പിശുക്കി ജീവിക്കണമെന്നല്ല. ഇതോടൊപ്പം തന്നെ ചേർത്ത് ഒരു കാര്യം പറഞ്ഞാൽ, നിങ്ങളുടെ ഫാമിലിയിലൊക്കെ കുറേ സാധനങ്ങൾ ചിലവ് എന്ന് പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഉദാഹരണം പറഞ്ഞാൽ ആനുവലി ഒരു വെക്കേഷന് പോകണം എന്നുള്ളത്, അത് ശരിക്കും പറഞ്ഞൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. നമ്മൾ ഫാമിലിയിൽ വെക്കേഷൻ അതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു, കടെടുത്ത് പോരുതിട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി ബോണ്ട് കൂടും. ഇപ്പോൾ കുട്ടികളൊക്കെ ഒരു +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർ പറക്കണം, പിന്നെ അവർക്ക് നമ്മുടെ ഒപ്പം ടൂറിനൊന്നും വേണ്ട. ആ യങ് ആയിരിക്കുന്ന ടൈമിൽ ഇവരായിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് പോയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബന്ധമായിരിക്കും. സോ ഇങ്ങനത്തെ ചിലവ് നമ്മൾ ചെയ്യണം, വേണ്ട ചിലവ് ചെയ്യരുത്. ഞാൻ തുടക്കത്തിലേ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഷെയർ മാർക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഒരു ഭയം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിനൊക്കെ ഷെയർ മാർക്കറ്റിൽ നമ്മളല്ലെങ്കിൽ ഒന്ന് ഇപ്പം ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിനകത്തേക്ക് ഒരു പേയ്മെന്റ് ഇടുക, അല്ലെങ്കിൽ നമുക്കൊരു നിക്ഷേപം തുടങ്ങാമെന്ന് പറയുമ്പോൾ ആളുകൾ അതിനെ ഭയക്കുന്നുണ്ട്. ഒരു സ്റ്റെപ്പ് എടുക്കാൻ ആർക്ക് മടിയുണ്ട്. അപ്പൊ അത്തരത്തിൽ ഭയമുള്ളവർക്ക് റിസ്ക് ഇല്ലാതെ പണം വളർത്താനുള്ള എന്തെങ്കിലും ഓപ്ഷൻസ്? റിസ്ക് ഇല്ലാതെ വളർത്താൻ ഒന്നുമില്ല. ബാങ്കിലുള്ള FD പോലും റിസ്ക്കാണ്. സിമ്പിൾ സാധനം പറയും, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഒന്ന് പുറത്തേക്ക് മാറ്റി വെച്ചാൽ റിസ്ക്കാണ്. ഇനി കയ്യിൽ വെക്കുന്നത് റിസ്ക്കാണ്, കാരണം കയ്യിൽ വെച്ചാൽ ഇൻഫ്ലേഷൻ വരും. നിങ്ങളിപ്പോൾ 100 രൂപ എടുത്ത് വെച്ചിട്ട് എനിക്ക് അടുത്ത 10 വർഷം കഴിഞ്ഞാൽ എനിക്ക് 100 അല്ലെങ്കിൽ ഒരു 3000 രൂപ കയ്യിലുണ്ട്, എനിക്കൊരു ടീഷർട്ട് വാങ്ങണം, ഇന്ന് വാങ്ങണ്ട, ഞാൻ 10 വർഷം കഴിഞ്ഞിട്ട് വാങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 3000 രൂപ കിട്ടത്തില്ല. സോ ദാറ്റ് ഈസ് ഓൾസോ അനദർ റിസ്ക്, ദാറ്റ് ഇസ് ഇൻഫ്ലേഷൻ റിസ്ക്. ഇനി ഈ സാധനം നമ്മൾ പറയണ എനിക്ക് ഏറ്റവും വിശ്വാസമുള്ളത് എൻ്റെ ഒരു ഫ്രണ്ടിനാണ്, അയാളെ ഏൽപ്പിക്കാന്ന് പറഞ്ഞു. അതും റിസ്ക്കാണ്, കാരണം ഇയാൾ തിരിച്ചു വന്നില്ലെങ്കിലോ. ഇത് ഇനി അടുത്ത കാര്യം വെച്ചാൽ നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള ബാങ്കിൽ കൊണ്ടു കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാങ്ക് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിനോ പക്ഷെ അങ്ങനെ സംഭവിക്കില്ല. അതിന് ഇനി പറയും, ഇപ്പോൾ പറയുന്നത് 5 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് എന്ന് പറയാം, ദാറ്റ്സ് ഓക്കെ. അതല്ല ഞാൻ പറഞ്ഞ എല്ലാത്തിലും റിസ്ക് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ ഈവൻ നമ്മൾ 10 കൊല്ലത്തേക്കാണ് FD ഇടുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് അനദർ റിസ്ക്. കാരണം ഇൻഫ്ലേഷൻ 7%, FD വളരുന്നത് 6%, പിന്നെ അതിൽ ടാക്സും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ
ഇൻഫ്ലേഷനേക്കാളും കുറവ് ഇവിടെ വളർന്നുള്ളൂ. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വർഷങ്ങളായിട്ട് 100 വർഷങ്ങളായിട്ട് പ്രൂവൺ റെക്കോർഡാണ്. ദർ ഈസ് എ റെഗുലേറ്ററി സിസ്റ്റം. ആകെ നോക്കേണ്ട കാര്യം വെച്ചാൽ ദർ ഷുഡ് ബി എ റെഗുലേഷൻ. ഇപ്പോൾ എസ്പെഷ്യലി നമ്മൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ കൂടുതൽ നടക്കുന്നത് ഫോറക്സിൽ ട്രേഡ് ചെയ്യുക അല്ലെങ്കിൽ ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യുക എന്നുള്ളത്. ഇതിനൊന്നും റെഗുലേഷൻ ഇല്ല. അപ്പോൾ അതിനേക്കാളും നല്ലതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ സെബി റെഗുലേഷനിൽ ഗവൺമെൻറ് അപ്രൂവലിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാത്തിരുന്ന് ഇത് ചെയ്യുന്നുള്ളൂ. അപ്പോൾ പലപ്പോഴും എല്ലാവർക്കും അതിനുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാവില്ല. സോ ഓൾവേസ് ടേക്ക് എൻ എക്സ്പേർട്ട് ഒപ്പീനിയൻ ബേസ്ഡ് ഓൺ ദാറ്റ് യൂട്ടിലൈസ് യുവർ മണി ആൻഡ് ഗ്രോ യുവർ മണി. ഈ ടാക്സ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്കൊരു ചെറിയൊരു മടിയുണ്ട്. ഈ അത്രയും പൈസ ഞാൻ ടാക്സ് കൊടുക്കണം. അപ്പം മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന് ടാക്സ് കൊടുക്കേണ്ടി വരുമോ? ടാക്സ് അടയ്ക്കേണ്ടാത്ത ഏതെങ്കിലുമൊക്കെ ഫണ്ടുകളുണ്ടോ? എല്ലാത്തിലും ടാക്സ് കൊടുക്കണം. ടാക്സ് അടയ്ക്കേണ്ടാത്ത എന്ന് പറയാനായിട്ട് ടാക്സ് അടയ്ക്കാൻ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതിന് 1 വർഷത്തിന് മേലെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലാഭത്തിൻ്റെ 1.25 ലക്ഷം വരെ നമ്മൾ ടാക്സ് കൊടുക്കണ്ട. അപ്പോൾ നമ്മൾ 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് എപ്പോഴാണോ 1.25 ലക്ഷം രൂപ 1 വർഷം കഴിഞ്ഞിട്ടാവുന്നത് ആ ടൈമിൽ മാത്രം എക്സിറ്റ് ചെയ്താൽ മതി. അങ്ങനെ ടാക്സ് കൊടുക്കേണ്ടിരിക്കുക. അങ്ങനെയും ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഫണ്ട് പക്ഷേ ഒരു 2 കോടിയായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ മോളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് 50 ലക്ഷം കൊടുക്കണം. അതിന് ഡെഫിനറ്റ്ലി ടാക്സ് കൊടുത്തേ പറ്റൂ. ടാക്സ് കൊടുക്കണമേ. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് റെസ്പോൺസിബിൾ സിറ്റിസൺ ആകാൻ പറ്റുള്ളൂ. എന്തൊരു ഓപ്പർച്യൂണിറ്റിയാണ് നല്ല റോഡ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ കാശ് ഉപയോഗിക്കാനായിട്ടുള്ള. എൻ്റെ ഫാദറിലോ എപ്പോഴും പറയും, ആള് ദുബായിലായിരുന്നു. അപ്പോൾ അച്ഛൻ എപ്പോഴും പറയും, ഇവിടേക്ക് ഒന്നും സിസ്റ്റം പോരാ, കണ്ടില്ലേ, അത് ശരിയല്ല ഇത് ശരിയല്ല എന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ അച്ഛനോട്, അച്ഛൻ വലിയ വർത്താനൊന്നും പറയണ്ട, 10 പൈസ ടാക്സ് കൊടുത്തിട്ടില്ല സാറേ. അപ്പോൾ ഇപ്പോൾ അച്ഛൻ തിരിച്ചു വന്നു, ഇപ്പോൾ ടാക്സ് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ നൗ ഹി ഹാസ് റൈറ്റ് ടു ടെൽ. അപ്പോൾ ഇപ്പോൾ പറയും, എനിക്കിപ്പോൾ പറയാത്. പക്ഷേ എന്നോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. കാരണം വെച്ചാൽ NRI എന്ന് വെച്ചാൽ അവർ റെമിറ്റൻസ് തന്നെ ഇറ്റ് വാസ് എ ബ്ലെസ്സിങ്. ഓക്കെ, ഞാനിപ്പോൾ NRIസിനെ ഞാൻ കളിയാക്കി പറഞ്ഞതല്ല. അപ്പം ഈ സ്റ്റേറ്റാണ് ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ കേരളം ഇത്ര നന്നായിട്ട് ആവാനും കാരണം NRI കമ്മ്യൂണിറ്റി ഉള്ളതിൻ്റെ പേരിലാണ്. പക്ഷേ NRI മണിക്ക് അവർ FD കിട്ടുന്നതിന് ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ പക്ഷേ ടാക്സ് കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ നാഷണൽ ബിൽഡിങ്ങിനുള്ള കോൺട്രിബ്യൂഷനല്ലേ നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ഇനി അടുത്ത കാര്യം നമ്മൾ വിചാരിക്കും, എന്തിനാണ് ഞാൻ കൊടുക്കുന്നത്, ഇത്ര ചീത്ത സൗകര്യമല്ലേ എന്നുള്ളത്. വേറൊന്നും വേണ്ട. ഇന്ത്യ എന്ന് പറഞ്ഞൊരു മാർക്കറ്റാണ്. കമ്പനിയുടെ ഏർണിങ്സും അതിന് ഓൾമോസ്റ്റ് ഈക്വലൻ്റ് ആയിട്ടുള്ള ഗ്രോത്തും തരുന്ന ഒരു രാജ്യം. പക്ഷേ എത്രയോ രാജ്യങ്ങളുണ്ട് ഈ ഒരു പ്രൊപ്പോർഷനിൽ ഗ്രോത്ത് വരാത്തത്. നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പാകിസ്ഥാനിലായിരിക്കും, അവിടെ ഇൻഫ്ലേഷൻ എത്രയുണ്ട്, അവിടുത്തെ കറൻസിയുടെ വാല്യൂ എത്രയുണ്ട്, അതേമാതിരി ഗവൺമെൻറ് സ്ഥിരത എത്രയുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് അതിനേക്കാളും ബെറ്റർ സാധനം ഇന്ത്യയിൽ തരുന്നില്ലേ? അപ്പം അതിന് നമ്മൾ അറ്റ്ലീസ്റ്റ് ഇത് സാധനം ചെയ്യാനായിട്ട് അത്യാവശ്യം ഒരു സെറ്റപ്പ് കൊണ്ട് ഞാൻ ഒരു പ്രോ ഗവൺമെൻറ് ഒന്നുമല്ല പറഞ്ഞത്. പ്രോ ഗവൺമെൻറ്റാണ് ഡെഫിനറ്റ്ലി. കാരണം വെച്ചാൽ ആരാണോ നമ്മളെ ഭരിക്കുന്നത് അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. കാരണം ആ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ടാക്സ് കൊടുക്കാനേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ സിമ്പിളായിട്ട്, അല്ല ഞാനിത് ഫിലോസഫി ആയിട്ട് പറഞ്ഞാൽ സിമ്പിൾ സാധനം, നമ്മളിപ്പോൾ നമ്മുടെ GDP എത്രയാണ്? ഇപ്പോൾ ഈ $2,500 തോന്നുന്നു നമ്മുടെ GDP. അറ്റ്ലീസ്റ്റ് അതിനേക്കാളും കൂട്ടി നമ്മളെല്ലാവരും ഉണ്ടാക്കിയാലല്ലേ കൺട്രി നന്നാവത്തുള്ളൂ. അപ്പോൾ അതിനേക്കാളും കൂടുതലുണ്ടാക്കുക, കുറച്ച് ടാക്സും കൊടുക്കുക, ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും. അത് പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ ഭരണാധികാരികൾ കുറച്ചുകൂടി നന്നായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കുറച്ചുകൂടി പ്രോസ്പെരിറ്റി ഉണ്ടാവും. അതുപോലെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ കേട്ടിരിക്കുന്ന ഒന്നാണ്, സ്ത്രീകൾ പണം കൈകാര്യം ചെയ്താൽ കുറച്ചും കൂടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാമെന്ന്. ഇപ്പം വീട്ടിലെ അമ്മമാരുണ്ട്, ഇപ്പോഴത്തെ പെൺകുട്ടികൾ കുറച്ചും കൂടെ സ്വന്തമായി ഏൺ ചെയ്യുന്നുണ്ട്, അവർക്ക് ചില ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളൊക്കെ ഉണ്ട്. അപ്പം വീട്ടിലൊക്കെയുള്ള അമ്മമാരുണ്ടല്ലോ, ജോലിയൊന്നും ഇല്ലാതിരിക്കുന്നത്, അവർക്ക് എങ്ങനെ ഒരു സാമ്പത്തിക സുരക്ഷിതത്വത്തിന്റെ ഭാഗമായി മാറാം? അവരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം? ഡെഫിനറ്റ്ലി അവരുടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു നന്നാവാൻ ചാൻസ് ഉണ്ട്. ശരിക്കും ഞാൻ എപ്പോഴും സംസാരിക്കുന്ന ടൈമിൽ, ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എന്നോട് ചോദിക്കണേ എപ്പോൾ വാങ്ങണം എപ്പോൾ വിൽക്കണം എന്ന് വെച്ചാൽ ഒരിക്കലും മാർക്കറ്റിനെ ടൈം ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെ നമുക്ക് ടൈം ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കറിയാൻ പറ്റും, നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരു പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു അത്യാവശ്യം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ കൃഷിനെ നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും, ഇപ്പോൾ എന്താണ് ആവശ്യങ്ങൾ, ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താണ്. അപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ എനിക്കൊരു കാറ് വാങ്ങണം, അല്ലെങ്കിൽ കാർ ഉണ്ടെങ്കിൽ കാർ വാങ്ങണം, അല്ലെങ്കിൽ ഇനി പറയണം ഇപ്പോൾ കല്യാണം കഴിച്ചേക്കണം, ഇനി പറയണം കല്യാണം കഴിക്കണം. അപ്പോൾ കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്പോൾ പറഞ്ഞാൽ എനിക്ക് എൻ്റെ കാശിന് കല്യാണം കഴിക്കണം. സോ അപ്പോൾ ഞാൻ ചോദിക്കുക എന്താണ് ഒരു ആഗ്രഹം? അപ്പോൾ പറഞ്ഞാൽ എനിക്കൊരു അടുത്ത 2 വർഷം അല്ലെങ്കിൽ 5 വർഷത്തിലാവണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങളുടെ കുടുംബത്തിൽ കല്യാണം കഴിക്കണമെങ്കിൽ എത്ര രൂപ കാശ് വരുന്നുള്ളൂ? അപ്പോൾ നിങ്ങൾ പറഞ്ഞ് ഇപ്പോൾ എൻ്റെ കല്യാണത്തിനാണെങ്കിൽ ഞാൻ വിചാരിച്ചേക്കുന്നത് ഒരു 10 ലക്ഷം രൂപ എനിക്ക് കല്യാണം കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിനർത്ഥം ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോണത് അടുത്ത 5 വർഷത്തിലാണെങ്കിൽ 5 വർഷത്തിനുള്ളിൽ 10 ലക്ഷം രൂപ വേണം.
അപ്പോൾ നമുക്ക് 5 വർഷത്തിനുള്ളിൽ 10 ലക്ഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ലക്ഷം എല്ലാ വർഷം ചെയ്യാന്നുള്ളതാണ്. എന്നാൽ മാസത്തിൽ ഒരു 18,000 രൂപയെങ്കിലും അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇനി അതല്ല, അതിലൊരു ഗ്രോത്ത് കൂടിയും കിട്ടാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 15,000 രൂപ എല്ലാ മാസവും മാറ്റി വെച്ചാൽ തന്നെ ഈ ഓവർ എ പീരീഡ് ഓഫ് ഈ 10 yearsൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആണുങ്ങൾക്കാണെങ്കിൽ പറ്റി പോകണമെന്ന് വെച്ചാൽ ഇതിൻ്റെ പകുതി എത്തുമ്പോൾ 5 ലക്ഷത്തും ഇവർക്കൊരു തോന്നലാണ്, ഓക്കെ ഇതെടുത്തിട്ട് ഞാൻ ക്രിപ്റ്റോയിൽ ഇട്ട് കഴിഞ്ഞാൽ നന്നാവും. പക്ഷെ ഞാൻ സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുള്ള കാര്യം വെച്ചാൽ ഒരു ഗോൾഡ് വെച്ച് കഴിഞ്ഞാൽ അവരായിരിക്കും അവിടെ തന്നെ മതി. അവർ ഞാൻ എപ്പോഴും ഈവൻ വീട്ടിൽ സിത്താരുടെ അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പണ്ട് സിത്തു വരുമായിരുന്നു വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിവിടെ വർക്ക്ഷോപ്പ് കൊടുത്തിട്ടുണ്ട്, ഫിനാൻഷ്യൽ പ്ലാനിങ് എങ്ങനെ ചെയ്യാന്നുണ്ട്. അപ്പോൾ അന്ന് സിത്താരയുടെ മാർക്കറ്റിംഗ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഷീ ഓൾസോ പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ ഞങ്ങൾ അപ്പോൾ എൻ്റെ വൈഫിൻ്റെ ഫിനാൻഷ്യൽ പ്ലാൻ ഞാനല്ല കേട്ടോ, ഓഫീസിലെടുത്തിട്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞ കേൾക്കില്ല. അപ്പോൾ വിഷ്ണു പറഞ്ഞേക്കണത് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിന് വേണ്ടിയിട്ടാണ് ചെയ്തേക്കണമെന്നുള്ളത്. അപ്പോൾ ഈ പൈസ എടുക്കാൻ പറ്റില്ല എന്ന് പറയും. നമ്മൾ വേറെ ഐഡിയാസൊക്കെ വരുമ്പോൾ നമ്മൾ പറയും ആ പൈസ ഞാൻ വിചാരിക്കണം എൻ്റെ പൈസ, നമ്മുടെ ഫാമിലിയുടെ പൈസ എടുത്തുകൂടെ എന്ന് വിചാരിക്കും. അപ്പോൾ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞ കാര്യം വെച്ചാൽ ഇതിനു വേണ്ടി വെച്ചേക്കണല്ലേ, ഇതിനു വേണ്ടി ചെയ്താൽ മതി. ആ ഒരു മൈൻഡ് സെറ്റ് ഞാൻ എപ്പോഴും ഒരു മെച്യൂർഡ് ആയിട്ടുള്ള സ്ത്രീകൾ കണ്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കണ കാര്യം വെച്ചാൽ സ്ത്രീകളുടെ ഇൻവോൾവ്മെൻറ്റ് പൈസ മാനേജ്മെൻറ്റിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഫിനാൻഷ്യൽ ഗോൾസ് ആ കുടുംബത്തിൽ ഒരിക്കലും എന്താ പറയുക സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ ആൻഡ് ഡെഫിനറ്റ്ലി ഇതൊന്നും നമുക്കൊരിക്കലും എല്ലാ സ്ത്രീകളെന്ന് പറയാൻ പറ്റില്ല, സ്ത്രീകളും ലാവിഷാവണേ കണ്ടിട്ടുണ്ട്. പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് എ ടീം വർക്ക്. ഇപ്പോൾ വീട്ടിൽ എല്ലാ മെമ്പേഴ്സും കൂടി ഒന്ന് ഇൻവോൾവ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഐശ്വര്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ നാട്ടില് കടം വാങ്ങി വീട് വെക്കുന്നതും കല്യാണം കഴിക്കുന്നതും ഒക്കെ ഒരു എന്താ പറയാ ഒരു ആർഭാടമായിട്ടോ അല്ലെങ്കിൽ ഒരു അന്തസ്സായിട്ട് കാണുന്ന ആളുകളുണ്ട്. വലിയ തുക കടം വാങ്ങിയിട്ടൊക്കെ കല്യാണം നടത്തുന്നുണ്ട്. അത്ര ഇപ്പൊ സാറ് പറഞ്ഞു, കല്യാണം നടത്തുമ്പോൾ നമുക്ക് എത്രത്തോളം ബഡ്ജറ്റ് ഉണ്ട് നമ്മൾ ആദ്യമേ തീരുമാനിക്കണം. അപ്പോൾ ഒരു സാധാരണക്കാരൻ എപ്പോഴാണ് ഒരു ലോണിനോട് നോ പറയേണ്ടത്, അല്ലെങ്കിൽ എപ്പോഴാണ് ഒരാൾക്ക് ലോൺ എടുക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് എത്തുക? അല്ല, ഇതെല്ലാം ആവശ്യങ്ങളല്ലേ. ഇപ്പോൾ ഒരു വീട്ടിൽ കല്യാണം കഴിച്ച് ഭാര്യയും ഭർത്താവും താമസിക്കണം, അവിടെ അച്ഛനും അമ്മയുണ്ട്, അവരുടെ തൊടുക്ക തടി. അപ്പോൾ വേറൊരു വീട്ടിലേക്ക് മാറേണ്ട ഒരു ഇതൊക്കെ ഞാൻ അടിയെന്നൊന്നും പറഞ്ഞാൽ അങ്ങനെ നല്ലത്. ഞാനൊരു ശരിക്കും ഒരു എക്സാമ്പിൾ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ജെന്യുവിൻ സിറ്റുവേഷൻ മാറണം എന്നുള്ളത്. അപ്പോൾ അവർക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ റെൻ്റ് എടുത്ത് പോകാന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ ഇവർക്ക് തോന്നുന്നില്ല വീട് വെക്കണം എന്നുള്ളത്, അവർക്ക് അങ്ങനെ ഒരു തോന്നൽ. അതൊക്കെ ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ലോൺ എടുത്ത് ചെയ്യാം. അപ്പോൾ ലോൺ എടുക്കുന്ന ടൈമിൽ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ അറ്റ്ലീസ്റ്റ് എൻ്റെ അടുത്ത് കുറച്ച് പൈസ ഇട്ടാൽ ഒരു ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാനായിട്ട് ഒരു 20% കൊടുക്കാനുള്ള കഴിവ് എനിക്കുണ്ടോ. അതോടൊപ്പം തന്നെ ആ EMI വരുന്നത് എൻ്റെ രംഗത്തിൻ്റെ 25% നിൽക്കുമോ. അങ്ങനെ ടൈറ്റായി പോകാതെ ഇങ്ങനെയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഓക്കെ. കാരണം 1 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നുണ്ട്, 25,000 രൂപ EMI പോകുന്നുണ്ട്, 75,000 രൂപയ്ക്ക് നമ്മുടെ ചിലവും കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റും കൂടിയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതൊരു ജെന്യുവിൻ കേസാണ് ഈ പറഞ്ഞ. ഇനി കല്യാണം കഴിക്കണത്, ഇപ്പോൾ നമ്മളൊരു കല്യാണം കഴിക്കുന്നത് ചില ആൾക്കാരൊക്കെ ലൈഫ് ഗോളായിരിക്കും മോളെ കല്യാണം കഴിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ അത് ഒരു ആഗ്രഹത്തിന് ചെയ്യണം. പക്ഷെ അതിലൊന്നും കല്യാണത്തിലൊന്നും പേരൻസ് ലോൺ എടുക്കണം മാത്രമല്ല, റിട്ടയർമെൻറ്റ് ഫണ്ട് ബഹിഷ്കരിച്ചിട്ട് ചെയ്യണത് പോലും തെറ്റാണെന്നുള്ളതാണ് എനിക്ക്. കാരണം ഒന്നും ആലോചിച്ച് നോക്ക്, റിട്ടയർമെൻറ്റ് ഫണ്ടൊന്നുമില്ല, നേരെ ആ ഫണ്ട് മൊത്തം എടുത്തിട്ട് കുട്ടിയുടെ കല്യാണം നടത്തി. എന്നിട്ട് ആ പിള്ളേരുടെ ഡിപ്പെൻഡൻസിയിൽ ജീവിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ പിള്ളേർക്ക് കൊടുക്കണ അടുത്തൊരു പാരയാണ്. അപ്പോൾ അങ്ങനത്തേക്ക് ഒന്ന് നോക്കി ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ എപ്പോഴും ലോൺ എടുക്കുന്ന ടൈമിൽ നമ്മളൊന്ന് കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്യുക. എന്നിട്ട് ആ പ്ലാനിന് ബാലൻസ് ആണെന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഓഫീസിലൊക്കെ ശരിക്കും നമ്മുടെ ക്ലയൻസൊക്കെ ഈ ഫിനാൻഷ്യൽ പ്ലാനിന് റിവ്യൂ എടുക്കാൻ വരും, എക്സിസ്റ്റിംഗ് ക്ലയൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അവരുടെ റിക്വയർമെൻ്റ് ആയിരിക്കും ഞാനിത് ലോൺ എടുത്ത് വാങ്ങണോ, ലോൺ എടുക്കാണ്ട് വാങ്ങണം. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇവരുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് ഇതാണ്, അപ്പോൾ ഈ ലോൺ എടുത്തു കഴിഞ്ഞാൽ എന്താവും, അപ്പോൾ നമുക്കിത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ മിക്കവാറും ഇവർ തന്നെ പറയാം എന്നാ വേണ്ടാല്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഞങ്ങൾ അപ്പോൾ നമുക്ക് ചില ടൈമിലായിരിക്കും ഇൻട്രസ്റ്റ് ഇപ്പോൾ 7.5% ഉള്ളൂ, പക്ഷേ അത് 20 വർഷത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് ഡബിൾ നമ്മൾ കൊടുക്കണം. അപ്പോൾ ആർ വി റിയലി കംഫർട്ടബിൾ? അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലോൺ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ശമ്പളത്തിൻ്റെ 50% പോകും. അപ്പോൾ ആർ വി റിയലി കംഫർട്ടബിൾ?
അപ്പോൾ ഇത് നോക്കിയിട്ട് വേണം ലോൺ എടുക്കാനായിട്ട്. അഫോർഡബിലിറ്റി അനുസരിച്ച് ലോൺ എടുക്കണ തെറ്റില്ല. പണം സന്തോഷം നൽകില്ല എന്ന് നമ്മൾ ആദ്യം പറയുമായിരുന്നു. പക്ഷെ നമുക്കറിയാം പണം ഉണ്ടെങ്കിലാണ് നമുക്ക് കുറച്ചും കൂടെ സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ കയ്യിൽ കാശില്ലെങ്കിൽ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. ആ സ്ട്രെസ് നമ്മൾ ചുറ്റുമുള്ള എല്ലാവരിലേക്കും കാണിക്കുമല്ലോ. അപ്പം നമുക്ക് സമാധാനത്തോടു കൂടി പണത്തിന്റെ പിന്നാലെ പോകാൻ വേണ്ടി പറ്റുമോ? പിന്നെ ഇതിലുള്ള കാര്യം പറയാം. നമ്മളിപ്പോൾ ലൈഫിൽ എന്ത് വേണമെന്ന് എനിക്ക് ഇപ്പോൾ ഞാൻ കൃഷ്ണനോട് ചോദിക്കണം, കൃഷ്ണനിക്ക് സന്തോഷം തരണം എന്താണെന്ന് വെച്ചാൽ എന്തായിരിക്കും പറഞ്ഞത്? അല്ലെങ്കിൽ ഇപ്പം ലൈഫിൽ എന്ത് ചെയ്താൽ സന്തോഷം കിട്ടും? ട്രാവൽ ചെയ്താൽ ഞാൻ പറയും. ട്രാവൽ ചെയ്യാൻ കാശുണ്ട് വേണം. എത്രയുള്ള വിഷയം പറഞ്ഞാൽ അപ്പൊ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, അതിനും പൈസ കണ്ടത്. ദർ ഈസ് എ ക്വാണ്ടിറ്റി. അല്ല, നമുക്ക് വി നീഡ് ക്വാണ്ടിഫൈ ദാറ്റ് ഗോൾ, ഈ പറയുന്ന സാധനം. അപ്പോൾ ഈ കാശില്ലെങ്കിൽ സന്തോഷം കിട്ടും. അപ്പോൾ ഇനി ചിലപ്പോൾ ഒരു കാര്യമുണ്ട്, നിങ്ങൾ മറ്റേ ഇപ്പോൾ ഒരു സാധനം ഉണ്ടല്ലോ, നമ്മൾ കൈ കാണിച്ചിട്ട് വണ്ടിയിൽ പോകാം. ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് ലീഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് മാത്രമല്ല, ട്രാവലിംഗ് മാത്രമല്ല നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയും എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ പല ആൾക്കാർക്കും പലതല്ലേ ഈ പറഞ്ഞത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഒരു ബാലൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ഓഫീസിൽ ഓരോ കസ്റ്റമേഴ്സും ഇന്ന് ഞാനെപ്പോഴും വരുമ്പോൾ ആരെങ്കിലോട് സംസാരിക്കുന്നുണ്ടോ. അപ്പം ഞാൻ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളുകളുടെ ഒരു റിക്വയർമെൻറ്റ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും റിക്വയർമെൻറ്റ്, കാരണം ഈവൻ ഇവിടെയൊക്കെ വരുന്ന ആൾക്കാർ ചിലപ്പോൾ ചില ആൾക്കാരുടെ അടുത്ത് ചിലപ്പോൾ കോടിക്കണക്കിന് രൂപ ഉണ്ടാവും, ചില ആൾക്കാരുടെ അടുത്ത് മാറ്റി വയ്ക്കാൻ പറ്റുന്നത് ഒരു 5000 രൂപയായിരിക്കും. പക്ഷേ ആ 5000 രൂപയ്ക്കും അദ്ദേഹത്തിന് ഒരു ആഗ്രഹമുണ്ട്, ഒരു ഡ്രീമുണ്ട്, ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റണം. പിന്നെ എനിക്കെപ്പോഴും കാണുന്നത് വെച്ചാൽ 5000 രൂപയാണെങ്കിൽ 5000 രൂപ തുടങ്ങിയാൽ മതി, അല്ലെങ്കിൽ 25000 വെച്ച് 25000 തുടങ്ങിയാൽ മതി. ഇത് തുടങ്ങി കഴിയുമ്പോൾ ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ ആഗ്രഹം അച്ചീവ് ചെയ്യാനുള്ള ഗ്യാപ്പും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് തമ്മിലുള്ള എന്താണെന്നുള്ളത്. അപ്പോൾ ഇവർക്ക് മനസ്സിലാവും 25000 വെച്ച് പോയി കഴിഞ്ഞാൽ എത്തില്ല, എൻ്റെ ആഗ്രഹം തന്നെ. ഒന്നില്ലെങ്കിൽ എൻ്റെ ആഗ്രഹം കുറയ്ക്കണം, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻകം കൂട്ടണം. ആ സാധനം അവർ കിട്ടിക്കഴിഞ്ഞാണ്ടല്ല, അതാണ് ശരിക്കുള്ള മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാണ്ട് നമ്മൾ ഈ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞതോ നല്ല മോട്ടിവേഷനാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവണം ഇത് ചെയ്യാൻ. ഞാനെപ്പോഴും കണ്ടിട്ടുണ്ട് എത്രയോ ആളുകൾ ഇൻകം കൂട്ടിയിട്ടുണ്ടെന്ന് അറിയോ. ഞാനെപ്പോഴും കാണുന്ന കാര്യം വെച്ചാൽ ഇൻകം കൂട്ടാനായിട്ടുള്ള മോട്ടിവേഷൻ ആയിരിക്കണം നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ റിവ്യൂ മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒന്ന് നോക്കിയാൽ മതി, ഇവർ വൃത്തിയായിട്ട് പണിയെടുക്കുന്നു, അല്ലെങ്കിൽ വൃത്തിയായിട്ട് ബിസിനസ് ചെയ്യുന്നു. എല്ലാ വർഷവും അവരുടെ സേവിങ്സ് അവർക്കൊരു 15% കൂട്ടാൻ പറ്റുന്നു, അല്ലെങ്കിൽ 20% കൂട്ടാൻ പറ്റുന്നു. അതോടൊപ്പം മാർക്കറ്റും കൂടി ഒരു 12% തരുന്നു. അങ്ങനെയാണെങ്കിൽ ഏകദേശം 30% അവർക്ക് CAGR ഉണ്ടാക്കാൻ പറ്റും. ഇത് പലരോടും ചിന്തിക്കില്ല. എല്ലാവർക്കും വേണ്ട മാർക്കറ്റിംഗ് 100% വേണം, നടക്കില്ല. അതിന് പകരം ഇതിലെ കോമ്പിനേഷനിൽ വൃത്തിയായിട്ട് പണിയെടുക്കുക. വി ഷുഡ് ബി എ പ്രൊഡക്റ്റീവ് പീപ്പിൾ. എന്നിട്ട് അതീതും വരണം. കാരണം നിങ്ങൾ പാസീവായിട്ട് മാർക്കറ്റിനെ മാത്രം പറഞ്ഞിട്ട് റിട്ടേൺ കിട്ടാൻ നടക്കും. അതേപോലെ നമ്മുടെ പണിയെടുക്ക്. അപ്പോൾ ഈ കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ CAGR കൂട്ടാൻ, ശരിക്കുള്ള ആനുവൽ റിട്ടേൺ നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു വാക്കാണ് ഫിനാൻഷ്യൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന്. അതായത് ചിലര് പറയാറുണ്ട്, എനിക്ക് പണം കൈകാര്യം ചെയ്യാൻ അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ വേഗം കടത്തിലായി പോകുന്നത്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കുന്നത് അതുകൊണ്ടാണ്, എങ്ങനെ ഈ പണം ഉപയോഗിക്കണമെന്ന് എനിക്കറിയില്ല, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അറിയില്ല എന്നൊക്കെ. അപ്പം ഇത്തരം തോന്നലുള്ളവരോട് സാറിന് നൽകാൻ പറ്റുന്ന ഒരു കുറച്ച് നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? സ്റ്റാർട്ട് ചെറുതായിട്ട് തുടങ്ങാന്നേ ഉള്ളൂ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ചെറുതായി തുടങ്ങുക. ആൻഡ് നമ്മളെയൊക്കെ വിളിക്കുക, നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ വി ട്രൈ ടു ഹെൽപ്പ്. എൻ്റെ ഓഫീസിൽ വിളിക്കുമ്പോൾ എന്നും പറഞ്ഞൊരു കാര്യമാണ്, ചില ടൈമിൽ വിളിക്കുമ്പോൾ കിട്ടുന്നില്ല, നമ്മൾ 9 to 6 ഒക്കെ ഒന്ന് വിളിക്കുക, ഒരു പ്രാവശ്യം വിളിച്ചിട്ടും കിട്ടിയില്ല, ഒന്ന് ഇമെയിലൊക്കെ അയക്കി. എനിക്ക് അങ്ങനെ ഒരു വിഷയമില്ല. കാരണം വെച്ചാൽ പലപ്പോഴും വെൻ ദ സ്റ്റുഡൻറ്റ് ഈസ് റെഡി ടീച്ചർ അപ്പിയർ എന്ന് പറയും ഇതിലൊരു വിഷയം പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ മാർഗങ്ങൾ കണ്ടെത്തും. അപ്പോൾ നമ്മൾ പറയും അത്. അല്ലാതെ പിന്നെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വെച്ചാൽ ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നത്. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ നമ്മൾ ഒരു ഏജ് കഴിയുമ്പോഴല്ല, ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരിക്കും. ഇപ്പോൾ കൃഷ്ണയുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും, നല്ല ഫ്രണ്ട്സൊക്കെ. പക്ഷേ അടുത്തൊരു 15 വർഷം കഴിയുമ്പോൾ കൃഷ്ണയുടെയും ആ ഫ്രണ്ട്സിൻ്റെയും സാമ്പത്തിക സ്ഥിതി മാച്ചിങ് അല്ലെങ്കിൽ യു വോണ്ട് ഫീൽ കംഫർട്ടബിൾ വിത്ത്. ഇത് ചിലപ്പോൾ പറയും ഞങ്ങളുടെ ഫ്രണ്ട്സ് അങ്ങനെയല്ല എന്നൊക്കെ പറയും. പക്ഷേ there are chances അങ്ങനെ അല്ലെങ്കിൽ വെരി ഗുഡ്, യു ആർ ലക്കി.
നമ്മൾ ആ ഗ്രൂപ്പിൽ ഫിറ്റിൻ ആയിരിക്കില്ല. അവർ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. Okay. അത് വലിയൊരു, നമ്മുടെ ബെസ്റ്റ് 5 ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെയിം സർക്കിളിൽ പെട്ട ആൾക്കാരായിരിക്കും. അത് സാമ്പത്തികമായിട്ടും ഫിറ്റ്നസ് ആയിട്ടും ഹാപ്പിനെസ് ആയിട്ടും എല്ലാത്തിലായിട്ടും. അപ്പോൾ നമ്മൾ ആ ടൈപ്പിൽ നമ്മളും കൂടാൻ നോക്കാം, നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആവാൻ നോക്കാം. അങ്ങനെ എനിക്ക് തോന്നുന്നത്, ഞാനീ പറഞ്ഞത് എപ്പോഴും ഞാനിപ്പോൾ എപ്പോഴും പറയാറുണ്ട് എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് നന്നാവിടെ. അപ്പോൾ അത് വലിയൊരു ഒരു പ്രശ്നമാണ്. അത് പറഞ്ഞിട്ട് നമ്മളും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. പിന്നെ എനിക്ക് എപ്പോഴും എൻ്റെ ഭാര്യനെ തന്നെ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. സിത്താര ശരിയാവത്തിൻ്റെ പേരിലല്ല ഞാൻ ശരിയാവത്തേന്ന് പറയാൻ പറ്റില്ല. ഞാനും അവർക്കൊരു ഇൻസ്പിറേഷൻ ആവണം. അത് ഡെഫിനറ്റ്ലി സാമ്പത്തിക കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഇൻഫീരിയറിറ്റിയുടെ ഒരു വിഷയം അതാണ്. ഇപ്പോൾ എനിക്ക് പലപ്പോഴും ഞാൻ പണ്ട് ആരാധിച്ചിരുന്ന കുറേ, ഞാൻ വളരെ യങ്ങായിരുന്നപ്പോൾ ആരാധിച്ചിരുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഇപ്പോൾ ഞാൻ കാണുമ്പോൾ ചിലവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോഴും അവരും ദേ ആർ ഹാപ്പി. പക്ഷെ ഇപ്പോൾ ചില ടൈമിൽ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ അപ്പോൾ എനിക്കും ഞാൻ കാണാറുണ്ട്, ഞാനും എങ്ങനെ ആവണം എന്ന് വെച്ചിട്ട്. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. അത് ഞാൻ പറഞ്ഞത് നമ്മൾ വളരെ തോറും ഇപ്പോൾ ആസ് എൻ ഇൻഡിവിജ്വൽ ഇപ്പോൾ എന്നോട് ചോദിക്കണമെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും ഡൗൺ ടു എർത്ത് ആവണമെന്നൊരു ഒരാഗ്രഹമുണ്ട്. എനിക്ക് എല്ലാവരുടെ അടുത്തും ആവണം എന്നുള്ളത്. പക്ഷേ നമുക്ക് ആ കോംപ്ലക്സ് അടിക്കാൻ പാടില്ല. നമ്മളുടെ എങ്ങനെ ഇപ്പോൾ വി ക്യാൻ ബി എ കൈൻഡസ്റ്റ് പേഴ്സൺ ഇസ് വേൾഡ്. അത് നമ്മളോടുള്ള അപ്പം നമ്മുടെ അടുത്ത് നമ്മളെക്കാളും കുറവുള്ളവർക്കാണെങ്കിൽ നമ്മുടെ അടുത്ത് കംഫർട്ട് വരും. അത് നമ്മൾ കൊടുക്കുന്ന കംഫർട്ടാണ് അവർക്ക്. പക്ഷേ നമ്മൾ വേറെ ആൾക്കാരുടെ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഒരു ഷെയ്ക്കിനെസ് ഉണ്ടല്ലോ, അത് നമുക്ക് എഫക്റ്റ് ചെയ്യാൻ പാടില്ല. പക്ഷെ നമ്മളെത്രയും ചെറുതായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും നമ്മുടെ അടുത്ത് കംഫർട്ട് തോന്നും. ദാറ്റ് ഈസ് ആ ക്വാളിറ്റി നമ്മൾ വർക്ക് ചെയ്യണം. പക്ഷെ ഹൈയിൽ പോകുമ്പോൾ നമുക്ക് ഷെയ്ക്കിനെസ് വരാൻ പാടില്ല. ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം എങ്ങനെയല്ല. അപ്പോൾ ഒരു സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാലല്ലേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വലിയ ആളാവും. ഇതൊന്നല്ല വിഷയം പറഞ്ഞത്. നമ്മുടെ അടുത്ത് അറ്റ്ലീസ്റ്റ് ഒരു 1-2 വർഷമൊക്കെ ജീവിക്കാനുള്ള പൈസയുടെ ലിക്വിഡിറ്റി എപ്പോഴും ഉണ്ടാവുക അത്യാവശ്യം. പിന്നെ ഉള്ളതിൽ സംതൃപ്തിപ്പെടാനായിട്ട് എപ്പോഴും നമ്മൾ തന്നെ ഒന്ന് തയ്യാറാവുക. ഇത് പോരാന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ ഓവറോൾ നമ്മൾ എത്തി അതിലൊരു സന്തോഷം കാണുന്ന ആൾക്കാർ. ഞാൻ ചില ടൈമിൽ ചില ആൾക്കാരെ കാണുമ്പോൾ അവരൊക്കെ സ്മൈൽ കാണണം. അവരുടെ ബാങ്ക് ബാലൻസ് ഒക്കെ എത്രയാണോ അതിനനുസരിച്ച് ജീവിക്കണം. എൻ്റെ സ്മൈൽ അത്. സോ ഞാനെപ്പോഴും അങ്ങനത്തെ ആൾക്കാരെ എനിക്ക് താങ്ക്ഫുള്ളി ഓഫീസിൽ വരുന്ന എല്ലാവരും പൈസക്കാരികൾ എന്നോട് ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഐ ഡോണ്ട് ജഡ്ജ് ഓൾസോ. അപ്പോൾ അവരുടെ ആ എനർജിയെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ഇങ്ങനെയാണ് എനിക്ക് അങ്ങനെ. ശരിക്കും എൻ്റെ ക്ലയൻസ് തന്നെ എൻ്റെ ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ, കാരണം മണി മേക്കിംഗ് ഈസ് ദെയർ ജോബ്, റൈറ്റ്? എൻ്റെ പണി മാനേജിങ് മാത്രമല്ലേ. അപ്പം അവർ ഏത് കുടുംബത്തിൽ ജനിച്ചു, ഏത് സിറ്റുവേഷനിൽ വന്നു, എന്നിട്ട് ഹൗ ദ റീച്ച് ഹിയർ. അപ്പോൾ ഇത് കാണുമ്പോൾ ഇറ്റ്സ് ഭയങ്കര ഇൻസ്പിറേഷനാണ്.